അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൻഷൂസ് വേൾഡ്. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ റെഡിയാണോ? നമ്മൾ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഓരോ ദിവസം നിങ്ങളെ മുന്നിൽ ഞാനിങ്ങനെ ഈ ചോറും കൂട്ടാനും ഉണ്ടാക്കുന്ന വീഡിയോ കൊണ്ട് വരലുണ്ട്. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനേബിൾ ചെയ്യുക ബെല്ലൈക്കൺ. എന്നാൽ പിന്നെ നോട്ടിഫിക്കേഷനായിട്ട് നമ്മൾ 2 മണിക്ക് വീഡിയോ ഇടും. അപ്പം നിങ്ങളെ ഫോണിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഞാൻ ചായക്ക് വെള്ളം വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നേ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്കും കമൻറ്റും അതും മറക്കരുതേ. അപ്പോൾ അതാക്കണേ നമ്മൾ പലവക വാങ്ങിയാലോ. അപ്പം അത് ഇന്ന് നമ്മൾ ഇറച്ചിയും പൂളിയും വെക്കുകയാണ് കേട്ടോ. ഇറച്ചിയും പൂളിയല്ല, പലവകയും പൂളിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇറച്ചിയും പൂളിയും വെക്കണില്ല രസമാണ് ഈ പലവകയും അതേമാതിരി എല്ലൊക്കെ ഇട്ട് കണ്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കണോ എനിക്ക് ഓർമ്മയില്ല. ഒരു ദിവസം പള്ളിക്കന്ന് സനു ഒരു തുള്ളി കൊണ്ടുവന്നിരിക്കണം കേട്ടോ, ഇതേമാതിരി ഇറച്ചിയും പൂളിയും വെച്ചത്. അപ്പോൾ മക്കൾക്ക് നല്ല തീർപ്പതി കേട്ടോ. നമ്മളെ മിന്നൂട്ടിയൊക്കെ അങ്ങനെ തുടച്ചു വിട്ടേനി കേട്ടോ. അപ്പോൾ സനുവിന് കിട്ടിയതല്ലേനോ. അപ്പോൾ ഓനെ പള്ളിക്കന്ന് തിന്നാതെ അങ്ങോട്ട് കൊണ്ടുപോകുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരേണ്ടി ആറ്. അപ്പോൾ അങ്ങനെ നമ്മൾ ബോളി ഇതൊക്കെ കൊടുത്തപ്പോൾ കുറച്ച് പലവകയും വാങ്ങിയിട്ടോ. അപ്പോൾ ഇനി മക്കളെ പൂതിയല്ലേ, അപ്പോൾ നമ്മളത് ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഞാനിതാക്കണേ പലവകയൊക്കെ കേകി പിന്നെ വെള്ളമൊക്കെ ചോർന്നിട്ട് കുക്കറിലിട്ട് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഇതൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിട്ടോ. അപ്പോൾ അതും പാടെ ഇട്ട് കൊടുത്തിക്കണേ. ഇനി നമുക്ക് കുറച്ച് കരിയേപ്പിൻ്റെ ഇലയും ഒക്കെ പാടിട്ടിട്ട് കൂട്ടി കുഴച്ച് നമുക്ക് വെക്കട്ടോ. പലവകയാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, നല്ല അടിപൊളി പലവകയാണ് കേട്ടോ. മസാല യെല്ലോ അതൊന്നുമില്ല കേട്ടോ. നല്ല പതിര് അതേമാതിരി മുണ്ട അങ്ങനത്തെ ഒക്കെ ഉള്ളതിന് കേട്ടോ അതിൽ. അപ്പം തിന്നാനും രസം ഉണ്ടാവും ഇനി കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കേകി വെച്ചു. അപ്പോൾ ഇത് തലേന്ന് തന്നെ പലവക വേവിച്ച് വെക്കണ്ടീനെ. അപ്പോൾ ഞാൻ മറന്നു കേട്ടോ വേവിച്ച് വെക്കാൻ. പിന്നെ രാവിലെ ഞാൻ എന്താട്ടി പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഐസല്ലേനോ, പിന്നെ ഞാൻ താഴത്തേക്ക് എടുത്ത് വെച്ചതേനി ഇന്ന് വൈകുന്നേരം. അപ്പോൾ പിന്നെ ഞാൻ വേവിച്ചൊന്നും വെച്ചില്ല. അപ്പം വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ നമ്മളത് രാവിലെ കടിയാവും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കടിയൊക്കെ ആകുമ്പോൾ തന്നെ പെട്ടെന്ന് കഴിയും കേട്ടോ. പിന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്തു. നല്ലോണം ഒന്ന് കജ്ജുകൊണ്ട് തിരുമ്പിയിട്ട് നമുക്ക് ഗ്യാസിന്മേൽ വെച്ച് കൊടുക്കാം കേട്ടോ. നല്ലോണം വേഗണം കേട്ടോ, നല്ല വേഗമുണ്ട് കേട്ടോ നമ്മൾ ഈ പലവകക്ക്. അപ്പോൾ പലവകയൊക്കെ ഇതാക്കണേ ഞാൻ കജ്ജുകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ച് വെക്കണുണ്ട്. അപ്പം കേക്ക് ഇപ്പോൾ തന്നെ ഊറ്റി വെച്ചിട്ടുള്ളൂ. എന്നാലും കുറച്ചൊക്കെ വെള്ളം ചോറ് നിൽക്കണം. എന്നാലും ഒരു തുള്ളി വെള്ളം കൂടി ഞാൻ പാർന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിച്ചാലോ. അപ്പോൾ അതൊക്കെ പാർന്ന് കൊടുത്തു. അപ്പോൾ ഇറച്ചിക്കൊക്കെ പെരും വിലയാണ് മക്കളെ. അപ്പോൾ ഇറച്ചിയും പൂളിയൊന്നും വെക്കാതെ ഇങ്ങനെ പലവക എല്ലാം ഇട്ടിട്ട് വെച്ചാൽ മതി, നല്ല ടേസ്റ്റാണ്. പക്ഷേങ്കിൽ നമ്മൾ ഇറച്ചിയും പൂളിയും വെക്കുകയാണെങ്കിൽ പേരിങ്ങനെ ഉണ്ടാവുള്ളൂ ഇറച്ചിയും പൂളിയും. പക്ഷേങ്കിൽ ഇത് എല്ലും ഇട്ട് കാണ്ടും അതേമാതിരി പലവക ഇട്ട് കാണ്ടൊക്കെയാണ് ഇറച്ചിയും പൂളിയും വെക്കട്ടോ. പിന്നെ കായില്ലോലുണ്ടല്ലോ ഇറച്ചിയൊക്കെ ഇട്ട് വെച്ചാലും രസം തന്നെ ഈ കാരം. അപ്പോൾ നമ്മളിപ്പം പലവക ഇട്ടാണ് വെക്കുന്നത്. അപ്പോൾ തന്നെ ഇതാക്കണേ നമ്മളെ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ചു. അതിക്ക് പഞ്ചസാരയും ചായപ്പൊടിയും ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതാണ് വാങ്ങി വെച്ചിട്ട് നമുക്ക് എന്താട്ടാ പിന്നെ ആ കുക്കർ ഇങ്ങോട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഈ ചെറിയ ഗ്യാസിൻ്റെ അടുപ്പുമ്പോൾ തന്നെയാണ് കേട്ടോ വെക്കാം. കാരണം നമ്മൾ ഈ ചെറിയ ഗ്യാസിൻ്റെ അടുപ്പുമ്പോൾ വെച്ചാൽ കുറേ കാലം എന്നല്ല, ഒരു കുറച്ചൊക്കെ വീണ്ടും നിൽക്കും പോലും ഗ്യാസ് അങ്ങനെ പറയണേ കേൾക്കാം. അപ്പോൾ ഞാൻ കജ്ജണതും ഈ ചെറിയ അടുപ്പ് തന്നെയാണ് കേട്ടോ വെക്കൽ, വലിയമ്മ വെക്കലില്ല. എപ്പോഴെങ്കിലും ഒന്ന് വെച്ചെങ്കിൽ വെക്കും. എന്നിട്ട് പിന്നെ ആ ചെറിയ അടുപ്പത്ത് എന്തെങ്കിലും ഉണ്ട് വെച്ചെങ്കിൽ അപ്പുറത്തിമ്മ വെക്കും. എന്നിട്ട് പിന്നെ ഈ ചെറിയ അടുപ്പത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാനവിടെ വാങ്ങി വെച്ച് ഇങ്ങോട്ടാണ് വെക്കലാണ് കേട്ടോ. അപ്പോൾ ഗ്യാസ് ഇങ്ങനെ ലാഭിച്ചാന്നൊക്കെ ഞാൻ അങ്ങനെ കേട്ടിക്കണേ. അപ്പോൾ ഇതാക്കണേ നമ്മൾ പൂള ചെത്താണ് കേട്ടോ. അപ്പോൾ കിലോന് 30 ഉറുപ്പ്യേന് കേട്ടോ പൂളക്ക്. നല്ല സൂപ്പർ പൂളേന് കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് തോല് ഒളിച്ചെടുക്കട്ടെ. അപ്പം നല്ല മണ്ണുണ്ട് കേട്ടോ. അപ്പം ഇനി
ഇനി നമുക്ക് തോല് പൊളിച്ചിട്ട് അത് കഴുകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ പിന്നെ തോലൊക്കെ അങ്ങനെ പൊളിച്ചെടുക്കാം. അത് പൊളിച്ചുമ്പോഴത്തേന് നമ്മളെ പലവക ഒന്ന് വേഗം ചെയ്യട്ടെ. അപ്പോൾ നല്ലോണം ഒന്ന് വേഗണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കുക്കറിൽ ഇങ്ങനെ കൂക്കണം കണ്ടിട്ട് നമ്മളെ വലിയ കുട്ടി വന്ന് പറയാം, അല്ലമ്മ കുറേ നേരമായാലും നിങ്ങൾ ഈ കടല ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടാണ് കൂക്കിച്ചിട്ട് എന്ത് ഇനിയും വന്നിട്ടില്ലേ? ഞാൻ പറഞ്ഞടാ അത് കടലയല്ല പലവകയാണ്, ഇന്നിപ്പോൾ എന്താ കടി വെച്ചാൽ ഞാൻ പറഞ്ഞു ഇറച്ചിയും പൂളിയാണ്. അപ്പോൾ പറഞ്ഞു ഇറച്ചിയും പൂളി എന്നല്ല പലവകയും പൂളി എന്ന് പറയും മാറിന്. അങ്ങനെയെങ്കിൽ അങ്ങനെയെന്നും പറഞ്ഞു. അപ്പം എത്രയപ്പം ഇറച്ചിക്കൊക്കെ എത്ര വില? 280 വില. അപ്പോൾ 280 ഉറുപ്പ്യ ഒന്നും കൊടുത്ത് കാണുന്നു ഇറച്ചിയും പൂളിയൊന്നും വെക്കൂല മക്കളെ. ഇങ്ങനെ ഒരു 50 ഉറുപ്പ്യക്ക് പലവകയൊക്കെ വാങ്ങിയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ ഞാൻ ആ എല്ലാ പലവകയ്ക്കൊന്നും ഞാൻ പൂളിട്ടിട്ടില്ല കേട്ടോ. കുറച്ച് ഞാൻ എടുത്ത് വെച്ചിങ്ങനെ നമുക്ക് ഉച്ചക്ക് ചോറ്റുകൂട്ടാനേ. അപ്പോൾ പിന്നെ ബാക്കിയില്ലേക്കാണ് കേട്ടോ ഞാൻ പൂളിട്ട് കൊടുത്തത്. ഇനി പൂള ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേകട്ടെ. അപ്പോഴത്തേന് നമുക്ക് അത് പൂള വേകുമ്പോഴത്തേന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ പാർന്ന് ജീരുള്ളി കരിയേപ്പ് ഇട്ടുകാണ്ട് തൂമിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പൂള വേകുമ്പോഴത്തേന് പിന്നെ അതുകൊണ്ട് ആക്കി വെച്ചാൽ പിന്നെ അത് പാർന്ന് കൊടുത്താൽ മതിയല്ലോ. പണികളൊക്കെ പെട്ടെന്ന് ഒരുക്കി വെക്കാം, അങ്ങനെയാണ് വേണ്ടിയത്. എന്നാൽ പിന്നെ ആ സ്പോട്ടിലായിക്കാണ്ട് പാർന്ന് കൊടുക്കാം നമുക്ക് വെന്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നിക്കണം കേട്ടോ. പിന്നെ അതിക്ക് കുറച്ച് നമ്മളെ ഇറച്ചി മസാല ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തേക്കണം. അതും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ പൂളിയും പിന്നെ നമ്മളെ പലവകയും പൂളി ഉണ്ടല്ലോ നല്ല രസമാണ് കേട്ടോ. ഈ ഇറച്ചി മസാലയും കൂടി ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും. അപ്പം ആ പള്ളിക്കന്ന് കിട്ടിയ ആ ഇറച്ചിയും പൂളിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ ഇറച്ചി മസാല ഇട്ടിട്ട് അതുകൊണ്ട് അതിൻ്റെ ഒരു ചൊയ്യൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാനും ഒന്ന് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ പൂളയൊക്കെ നല്ലോണം വെന്തുക്കണം. ഞാനൊന്ന് കുത്തി ഉടച്ചിക്കണം കേട്ടോ. പിന്നെ നമുക്ക് നമ്മളെ തൂമിച്ചതും അതിക്ക് പാർന്ന് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നാൾ കമൻറ്റ് കണ്ടപ്പോൾ പറഞ്ഞ് ഇന്നാളെ നമ്മൾ റവ ഉപ്പുമാവ് ഉണ്ടല്ലേ ഉണ്ടാക്കിയില്ലേ, അപ്പോൾ പറഞ്ഞ് ഓല കുട്ടികൾക്കൊന്നും പറ്റൂല റവ ഉപ്പുമാവ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. റവ ഉപ്പുമാവാണെങ്കിലും ഇങ്ങനത്തെ ഇറച്ചിയും പൂളിയാണെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. റവ ഉപ്പുമാവൊക്കെ ആണെച്ചെങ്കിൽ മക്കൾക്ക് ഒരു തുള്ളി പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ഓല് തിന്നോളും. അങ്ങനത്തെ ഇതൊന്നുമില്ല കേട്ടോ, മക്കൾക്ക് പറ്റാത്ത കേടൊന്നുമില്ല. അപ്പം ഇനി അത് ഇത് പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾ ഇനി പറയണ്ട കേട്ടോ, സ്വന്തം പൊക്കി പറയുകയാണെങ്കിൽ എന്നൊന്നും പറയണ്ട. അങ്ങനെയാണ് കേട്ടോ. ഓലിക്ക് ഇന്നത് വേണമെന്നൊന്നുമില്ല. ഓലിക്ക് ഇഷ്ടപ്പെട്ടതാണ് വെച്ചെങ്കിൽ ഓലിക്ക് പള്ളറച്ച് തിന്നും. അത് മദ്രസക്ക് പോകുമ്പോൾ കുറച്ച് തിന്നുകാണ്ട് പിന്നെ മദ്രസ വിട്ട് വന്നിട്ട് പിന്നെ പള്ളറച്ച് തിന്നും കേട്ടോ. പിന്നെ മദ്രസക്ക് പോകുമ്പം ഒന്നും കൊടുക്കാതെ പോയാൽ അങ്ങനെ ഉറക്കം തൂങ്ങി നിൽക്കൂലേ, അത് എഴുതിയിട്ട് ഞാൻ തീറ്റിച്ചു ഒരു തുള്ളിയെങ്കിലും. അങ്ങനെ മക്കളെയൊക്കെ മദ്രസക്ക് പറഞ്ഞയച്ചിട്ട് നമ്മൾ മിറ്റടിച്ച് വരാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു കേട്ടോ. ഇനി മിറ്റടിച്ച് വരലൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചായ കുടിച്ചാനേ. മിറ്റടിച്ച് വരിയപ്പോഴൊക്കെ നമ്മളെ മനസ്സിൽ എന്താ നിങ്ങൾക്ക് അറിയാം, ഇറച്ചിയും പൂളിയും തിന്നണം, പലവകയും പൂളിയും തിന്നണം, പലവകയും പൂളിയും തിന്നണം, നല്ലൊരു മനസ്സിലതിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ആ ഇറച്ചിയും പൂളിയും തിന്നിട്ട് മിറ്റടിച്ച് വരിക പോരെ ഇനിയോ. അപ്പോൾ തന്നെ നേരം കുറയാവൂലേ, എന്താണ് കഴിഞ്ഞിട്ടിയാൽ പിന്നെ അതാണ് കജ്ജൂലേ. നേരം വെളുക്കുമ്പോഴല്ലേ മിറ്റടിച്ച് വരില്ലേ, 10 മണിക്ക് മിറ്റടിച്ച് വരിയിട്ട് കാര്യമല്ലല്ലോ. അപ്പോൾ കണ്ടാവാൻ എനിക്കിപ്പോൾ നേരം വെളുക്കണുള്ളൂ ചോദിച്ചു മനുഷ്യന്മാർ. അപ്പം അങ്ങനെ ഇതാക്കണേ മിറ്റടിച്ച് വരലൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ഇതാക്കണേ നമ്മളെ പലവകയും പൂളിയും തിന്നുകയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ മക്കളെ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി വെക്കണ്ടേ. നമുക്ക് 50 ഉറുപ്പ്യക്കൊക്കെ പലവക വാങ്ങി ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ഞാനിതാക്കണേ അതൊക്കെ കഴിഞ്ഞ് ചായയുടെയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ആകെ അടിച്ചു വരികയാണ് കേട്ടോ. അപ്പോൾ ഇതാ മക്കൾക്ക് ഉണ്ടല്ലോ ഇപ്പോൾ പേപ്പർ സോപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞേക്കാണ്ട് പേപ്പർ വെട്ടുക, എന്നിട്ട് അതിൽ സോപ്പ് ഉണ്ടാക്കുക, അങ്ങനത്തെ ഓരോ പണി. അപ്പോൾ ഒരുപാട് കടലാസുകളൊക്കെ ഉണ്ടേനി, അതൊക്കെ ഒന്ന് അടിച്ചു വരി. പിന്നെ ചോറ് ഞാൻ കുക്കറിൽ തീമട്ടിക്കണം കേട്ടോ. പിന്നെ പയറുണ്ടായിനി, അപ്പോൾ അതിന്നൊരു തുള്ളി പയറെടുത്തിട്ട് ഉപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പലവക ഉണ്ടല്ലോ കുറച്ച് രാവിലെ മാറ്റി വെച്ചിരുന്നത്, അതൊന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് ഞാൻ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ തൂമിച്ചുമ്പോഴത്തേ ചിലപ്പം പുളിച്ചാലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഞാൻ അതുകൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പയറൊക്കെ തൂമിച്ചൂലേ, അപ്പോൾ ഞാൻ ഇതിക്കാണ്ട് ആക്കാമെന്നാണ് വിചാരിച്ചിരിക്കണത്. അല്ലെങ്കിൽ ഇനി 2 പണി എടുക്കണ്ടല്ലോ. അപ്പോൾ ചാറ് ഇപ്പം ഞാൻ വെക്കുന്നത് കുറച്ച്
ഒരു 2-3 ക്യാരറ്റ് ഉണ്ട്, ഒരു വെള്ളരിക്ക ഉണ്ട്, കുറച്ച് വെണ്ടക്ക ഉണ്ട്, തക്കാളി, ഒരു പിന്നെ കേങ്ങും ഒക്കെ ഇട്ടിട്ട് നമുക്കൊരു സാമ്പാറിൻ്റെ മാതിരി ഒന്ന് ഉണ്ടാക്കാം. അപ്പോൾ കുറേ കഷ്ണങ്ങളൊന്നും വേണ്ടല്ലോ സാമ്പാർ വെക്കാൻ. ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായാലും മതി. നമ്മളെ മക്കൾക്ക് എന്താണെന്ന് പറയുക, സാമ്പാറായാലും ഭയങ്കര ഇഷ്ടമാണ്. ഓൽക്ക് കുറേ കഷ്ണം വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഓൽക്ക് ആ സാമ്പാറിൻ്റെ മണം ഉണ്ടായാൽ മതി കേട്ടോ. എന്നാൽ തന്നെ ഓൽക്ക് സാമ്പാറാണ് വെച്ചെങ്കിൽ നമ്മൾ കഷ്ണം ഇട്ട് കൊടുത്താലും ഓലാരും തിന്നില്ല. ഒക്കെ ആ ചോറിൻ്റെ കരക്ക് ഇങ്ങനെ കയറ്റി വെക്കും, പിന്നെ കഷ്ണങ്ങളൊന്നും തിന്നാതെ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് തോലൊളിച്ചെടുക്കാം കേട്ടോ. അപ്പം ചെറിയൊരു വല്ലുള്ളിയും ചെറിയ ഒരു വെള്ളരിയും പിന്നെ ബാക്കി വെണ്ടയ്ക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. വെണ്ടക്ക ഇനി പാത്തച്ചിട്ട് കാര്യമല്ല, ഒന്ന് മൂത്തുകളെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഏതായാലും ഇനി കുറച്ചും കൂടി പാത്തച്ചാൽ ചിലപ്പോൾ ഇനി അങ്ങനെ നാശമായി പോവുക ചേച്ചി. അപ്പോൾ പിന്നെ അതൊക്കെ അങ്ങനെ അവിടെ മുറിച്ചായി കണ്ടിട്ട് കൊടുത്താൽ മതി. ഇച്ചാണെങ്കിൽ ഇങ്ങനെ ചാറ്റിന്ന് എടുക്കണ വെണ്ടക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ആ വെണ്ടയ്ക്കൊക്കെ കരിഞ്ഞിട്ടാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ കുറേ വെള്ളരിക്കയും തേങ്ങും ഒന്നും ഇട്ടിട്ട് കാര്യമില്ല. ഇവിടുത്തെ മക്കൾക്ക് പറ്റില്ല കേട്ടോ. ഓൽക്ക് ആ ചാറിൻ്റെ തെളി മാത്രം മുക്കിപ്പാരും. പിന്നെ ചോറൊക്കെ വെന്ത് ഞാൻ നമ്മളെ ഓട്ടപ്പാത്രത്തേക്ക് ഊറ്റി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഒരു തുള്ളി ചോറും വേണം. അപ്പോൾ അതിനിപ്പം ഇനി അടുപ്പ് കത്തിച്ചാനാവില്ല എന്ന് എഴുതിയിട്ടാണ് നമ്മൾ ഈ ഗ്യാസുമ്മേ തന്നെ ഈ കുക്കറും ഗ്യാസും എടുക്കണം കേട്ടോ. കുറച്ച് മതിയല്ലോ, മക്കൾ സ്കൂൾക്കും പോവുകയല്ലേ. അപ്പോൾ പിന്നെ ഒരു ഉച്ചക്കൊന്നും വേണ്ടല്ലോ, ഇന്നത്തിന് മതിയല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ഈ കുക്കറിൽ ഇപ്പോൾ ചോറ് വെക്കുന്നത്. പിന്നെ ഞാൻ നമ്മളെ കഷ്ണങ്ങളൊക്കെ നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുത്ത് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ കുക്കർ അടച്ച് വെച്ചിരിക്കണം കേട്ടോ. അപ്പം പയറരിഞ്ഞു ചട്ടിയിലിട്ട് നമുക്കിനി വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളെ കഷ്ണങ്ങളൊക്കെ വെന്തിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ കഷ്ണം ഇട്ടപ്പോൾ പച്ചപ്പുളിയാണ് ഇട്ടിട്ടിനിയത്, പുളി ഇല്ലേനി. പിന്നെ ഞാൻ സാമ്പാറും പൊടി ഇല്ലേനി. പിന്നെ പീടിയിലൊക്കെ പോയിട്ട് സാമ്പാറും പൊടിയും പുളിയൊക്കെ വാങ്ങി കൊടുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ കുക്കറൊന്ന് അടച്ച് വെച്ച് ഒരു വിസിൽ വരാൻ വെന്തിരുന്നിട്ടാണ് ആ വെണ്ടയ്ക്ക ഒന്ന് വേകാനും വേണ്ടി. പിന്നെ ഞാൻ പയർ തൂമിച്ച് ആണ് കേട്ടോ വെക്കണത്. അപ്പം ഇനി അതിനിതാക്കണേ, പിന്നെ ഉള്ളി അരിഞ്ഞിട്ടു, പച്ചമുളകും കരിവേപ്പും ഇട്ടെടുത്തു, നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിന് കുറച്ച് നമുക്ക് ആ പലവക ഉണ്ടല്ലോ മാറ്റി വെച്ചിരിക്കണത്, അപ്പോൾ അതിക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഒന്നും കൂടിയൊക്കെ അത് ഒന്ന് കുറച്ച് കുരുമുളകൊക്കെ ഇട്ടുകൊണ്ട് ഒന്നുകൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോഴേ നമ്മൾ ആ പലവക തിന്നാൻ രസം ഉണ്ടാവുള്ളൂ. അപ്പം ഇനി കുറച്ച് കുരുമുളകൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ഞെരിച്ചെടുക്കണം. അപ്പോൾ നല്ല അടിപൊളി കാലം. അപ്പോൾ നമ്മൾ പയറും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി അതിക്കൊത്തുള്ളി ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് അവിടെ മൂടി വെച്ച് നമ്മളെ പയർ അവിടെ വേവിച്ചെടുക്കുക. വെള്ളമൊന്നും പയറണ്ട കേട്ടോ, ഇത് ഇങ്ങനെ തന്നെ വേവും. മൂടി വെച്ച് കൊടുത്താൽ മതി. ഇതിങ്ങനെ അമ്പടച്ച് വെച്ചിക്കാണ്ട് അതിൻ്റെ നീരാവി ഉണ്ടല്ലോ അത് തട്ടിയിട്ട് അങ്ങനെ വെള്ളം ആ ചട്ടിക്ക് അങ്ങനെ ഉണ്ടാവും. ആ ഒരു ഇതിൽ തന്നെ നമ്മളെ പയർ കടന്ന് വന്നോളും. അപ്പോൾ വെള്ളം പറന്ന് വേവിച്ചതിലേറെ രസമാണ് കേട്ടോ ഇങ്ങനെ പയർ വെച്ചാൽ. അതേ പറഞ്ഞ മാതിരി പയർ വെച്ചിട്ട് തൂമിച്ചാണ് ഒന്നും കൂടി നല്ലത്. അപ്പോൾ ആ വെളിച്ചെണ്ണേൻ്റെ ഒരു ചൊയയും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ മടിച്ചായിട്ട് ഇതിങ്ങനെ കാട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇനി അതവിടെ കടന്ന് വേകട്ടെ. പിന്നെ നമ്മളെ പലവക ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതുകൂടി ഒന്ന് ഇളക്കിയെടുത്തിക്കണേ. പിന്നെ നമുക്ക് നമ്മളെ പയറൊന്ന് നോക്കാം എന്തായിക്കണമെന്നുള്ളത്. അപ്പോൾ പയർ ഇതാക്കണേ ഏകദേശം വെന്ത് തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊന്നും പറഞ്ഞിട്ടില്ല, കണ്ടില്ലേ അടിയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് നമ്മൾ ഗ്യാസ് ഉണ്ട് ഓഫാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്നും കൂടിയൊക്കെ മൂടി വെച്ചിക്കണേ. പിന്നെ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ വെള്ളമൊക്കെ വറ്റി നമ്മളെ പയർ സെറ്റായിക്കണം കേട്ടോ. അപ്പോൾ അതാണ് നമ്മളെ ഇന്നത്തെ ചോറും കൂട്ടാനൊക്കെ. പിന്നെ ഞാൻ നമ്മളെ വീതനയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പം ഇന്നിപ്പോൾ എന്തേനി ചായക്ക് കടി പലവകയും പൂളിയും പിന്നെ ചോറ്റൊക്കെ കൂട്ടാൻ ഒരു സാമ്പാർ എന്ന് പറയുന്ന ഒരു സാമ്പാർ, പിന്നെ പയറുപ്പേരി, പിന്നെ നമ്മളെ ഇതും പലവക വരട്ടും. പിന്നെ ഞാൻ നമ്മളെ സാമ്പാറൊന്ന് കടുക് വറുത്തിരുന്നുണ്ട്. അപ്പോൾ അതിന് വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കി ഒരു കടുകും പൊട്ടിച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. ഇനി നമുക്ക് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ആ ഗ്യാസ് കൊണ്ട് ഓഫാക്കിയിട്ട് ഞാനതിക്ക് നമ്മളെ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇട്ട് കൊടുത്തപ്പം ആ ചാറ്റൊക്കെ ഇട്ട് കൊടുത്തപ്പം വലിയൊരു മണമൊന്നുമില്ല അതിന് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നല്ലൊരു മണമൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നൊന്നും ഇപ്പം നമുക്കറിയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ട് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കരുത്. പിന്നെ ലൈക്കും കമൻറ്റും അതും മറക്കരുത് കേട്ടോ. അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ ഞാൻ നാളെ വരണ്ട്. നാളെയും ഇതേ മരിക്കത്തൊക്കെ വീഡിയോ നീക്കാറ് കേട്ടോ. അപ്പം നിങ്ങൾ ഇനി സഹിച്ചേ പറ്റൂ. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ നാളെ വരാം കേട്ടോ.